കാട്ടാനക്കലിയിൽ വീണ്ടും മരണം. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. കയറംകോട് സ്വദേശി അലനാണ് മരിച്ചത്. അലന്റെ അമ്മ വിജിക്കും പരിക്കേറ്റു. ഇവർ ചികിത്സയിലാണ്. ഇരുവരും വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴാണ് ഈ ഒരു സംഭവം? വിഷ്ണു, ഇന്ന് വൈകിട്ട് ഒരു 7 മണിയോടുകൂടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് മുണ്ടൂരിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചിരിക്കുന്നത്. കയറങ്കോട് സ്വദേശിയായ അലനാണ് മരിച്ചത്. ഈ അലനും അലന്റെ അമ്മ വിജിയും ഒരു ബന്ധു വീട്ടിൽ പോയതായിരുന്നു. ഇവർ ബന്ധു വീട്ടിൽ നിന്നും തിരിച്ച് ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത്, ആ ഭാഗത്തായിരുന്നു ഇവരുടെ വീട്, ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ കയറങ്കോട് സ്വദേശിയായ അലൻ മരിച്ചു. മാത്രമല്ല അലന്റെ അമ്മ വിജിക്ക് ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അലന്റെ നെഞ്ചിന്റെ ഭാഗത്താണ് ഈ കാട്ടാന ആക്രമിച്ച് വലിയ പരിക്ക് പറ്റി. ഉടൻ ആശുപത്രി എത്തിക്കുന്നതിന് മുൻപ് തന്നെ യുവാവിന് മരണം സംഭവിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ വിജിക്ക് തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഈ വിജിക്ക് ഉൾപ്പെടെ ചികിത്സ നൽകി വരുന്നു എന്നുള്ളതാണ്. ഏതായാലും കാട്ടാന ഈ പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ഈ മേഖലയിൽ, മുണ്ടൂർ മേഖലയിൽ, ജനവാസ മേഖലയിൽ തുടർച്ചയായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കാട്ടാനയല്ല, ചിലയിടത്ത് 3 കാട്ടാനകൾ കൂട്ടമായിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നു. ചിലയിടങ്ങളിൽ 6 കാട്ടാനകൾ വരെ ജനവാസ മേഖലയിലേക്ക് ഈ വേനൽ കടുത്തതോടുകൂടെ തന്നെ വന ഭാഗത്തു നിന്നും എത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ഇങ്ങനെ തുടർച്ചയായി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് പ്രദേശത്ത് എന്നുള്ള ആശങ്ക പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ വനം വകുപ്പ് ഈ ജനവാസ മേഖലയിലേക്ക് ഈ 3 കൊമ്പന്മാരും അതുപോലെ തന്നെ 6 കൊമ്പന്മാരും ഒക്കെ ജനവാസ മേഖലയിലേക്ക്, ഈ 3 കൊമ്പന്മാരും 6 കൊമ്പന്മാരും ഒക്കെ എത്തിയ സമയത്ത് ഈ ആനകളെ വനം വകുപ്പ് ഇടപെട്ടുകൊണ്ട് അതിനെ കാട്ടിലേക്ക് തുരത്തുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു 7 മണിയോടുകൂടെയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു ജീവൻ കൂടെ സംസ്ഥാനത്ത് കാട്ടാനക്കരിയിൽ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വെറും 24 വയസ്സുള്ള അലൻ എന്ന യുവാവിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അലന്റെ അമ്മയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് ഉൾപ്പെടെയാണ് അലന്റെ അമ്മ വിജിക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവർ ഏതായാലും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം അലന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിഷ്ണു. അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നേരത്തെ പറയുന്നത് പോലെ ഈ പ്രദേശത്ത് നിരവധി ആനകൾ നേരത്തെയും വന്നിരുന്നു. ജനങ്ങൾ അത് കൃത്യമായി അറിയിച്ചിട്ടും ഒരു കാര്യക്ഷമമായൊരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു രാത്രിയും ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ വളരെ ഒരു ഭയപ്പാടിൽ തന്നെയായിരിക്കാം ജനങ്ങളുള്ളത്. അവർക്ക് എന്ത് ഉറപ്പാണ് ഈ വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ നൽകുന്നത്? വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണഗതിയിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതിനെ കാട് കയറ്റി വിടുന്നതിന് വേണ്ടിയുള്ള നടപടികളും മറ്റും സ്വീകരിക്കുന്നു എന്നതിലുപരി ഈ കാട്ടാന ജനവാസ മേഖലയിലേക്ക് വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശാശ്വതമായ പരിഹാരം അവർ കാണുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഫെൻസിംഗ് ഒന്നും പലയിടത്തും ഇല്ല. വനത്തിനോട് ചേർന്നിട്ടുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫെൻസിംഗ് ഉൾപ്പെടെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ആനകൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ മുണ്ടൂർ പ്രദേശമാണെങ്കിൽ ഇങ്ങനെ കാട്ടാന ആക്രമണങ്ങളും അതിൽ ജീവൻ പൊലിയുന്നതും മുണ്ടൂർ മേഖലയിൽ ഇത് ആദ്യ സംഭവമല്ല. മുൻപും നിരവധി തവണ ഈ മുണ്ടൂർ മേഖലയിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തി ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് നാട്ടുകാർ ഈ നേരത്തെ ഇതുപോലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ഭൗതിക ശരീരം റോഡിന്റെ നടുവിൽ വെച്ച് വലിയ പ്രതിഷേധങ്ങളൊക്കെ നാട്ടുകാർ ഈ മുണ്ടൂർ മേഖലയിൽ തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ജനങ്ങൾക്ക് മുൻപും നിരവധി ആളുകൾക്ക് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ വലിയ അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ മുണ്ടൂർ മേഖല. ആ മേഖലയിലാണ് കഴിഞ്ഞ കുറേയേറെ ദിവസമായി തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന എത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ ഒരു വൈകിട്ടോടുകൂടെ കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് ആന എത്തി അവിടെ വെച്ച് ഈ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനിടെ ഒരു അമ്മയെയും മകനെയും കാട്ടാന ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അത് ഇപ്പോൾ ആ അമ്മ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം തന്നെ യുവാവിന്
പരിക്ക് പറ്റി. ആ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. നെഞ്ചിന്റെ ഭാഗത്താണ്, ആ യുവാവിന്റെ നെഞ്ചിന്റെ ഭാഗത്താണ് ഈ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. അങ്ങനെ ആ നെഞ്ചിന്റെ ഭാഗത്ത് പരിക്കേറ്റ് ഉടൻ തന്നെ ഈ യുവാവിനെയും അതുപോലെ തന്നെ നാട്ടുകാരാണ് ആനയുടെ ആക്രമണത്തിൽ ഇരുവർക്കും, അതായത് ഈ അമ്മയ്ക്കും മകനും പരിക്കേറ്റു എന്നുള്ളത് നാട്ടുകാരാണ് അറിഞ്ഞത്. ഉടൻ തന്നെ അവർ ഈ ആശുപത്രിയിലേക്ക് ഈ അമ്മയെയും മകനെയും കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ഈ യുവാവിന് മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ അമ്മയ്ക്ക് തലയ്ക്കുൾപ്പെടെ, അതായത് വിജി എന്ന സ്ത്രീക്ക് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അവർ ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും വേനൽ കടുത്തതോടുകൂടെ തന്നെ ഈ വന്യജീവികൾ തുടർച്ചയായി ജനവാസ മേഖലകളിലേക്കൊക്കെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങുന്ന സംഭവങ്ങൾ കഴിഞ്ഞ കുറേയേറെ ദിവസമായി നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ കൂടെയാണ്. അതായത് പുലിയും മാനിയും മറ്റുമൊക്കെ ഈ വെള്ളം തേടിയും മറ്റുമൊക്കെ ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായിട്ട് വേനൽ കടുത്തതോടുകൂടെ തന്നെ എത്തുന്ന സാഹചര്യമുണ്ട്. അത് എത്തുന്നതിന് പ്രധാന കാരണം എന്നുള്ളത് ഒന്ന് ഫെൻസിങ് ഈ വനമേഖലയിൽ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അതായത് ഫെൻസിങ് ഇല്ല എന്നുള്ളതിനൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം എന്നുള്ളത് ഈ പലയിടത്തും കാടിനകത്ത് ഈ വന്യജീവികൾക്ക് വെള്ളമോ മറ്റോ ഒക്കെ നൽകണമെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടെയാണ് ഇങ്ങനെ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനയും മറ്റും എത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാന പരാതിയായിട്ട് പറയുന്നത്. ഏതായാലും ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്ക് വലിയ ആശങ്ക തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം ഈ കാട്ടാന അവിടെ നിന്നും ഇപ്പോഴും മടങ്ങിപ്പോയിട്ടില്ല. കാട്ടാന കൂട്ടമാണ്, അതായത് ഒരു കാട്ടാനയല്ല 3 കാട്ടാനകൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. അതിന് മുൻപത്തെ ദിവസം 6 കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. ഇത്തരത്തിൽ നിരവധി കാട്ടാനകളാണ് കൂട്ടമായിട്ട് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. ഇപ്പോഴും അത് അവിടെ തന്നെ തെളിയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നും കാട് കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല എന്നും, അതുകൊണ്ട് തന്നെ വളരെ ഭയത്തോടെയാണ്, വളരെ ആശങ്കയോടെയാണ് ഞങ്ങൾ അവിടെ കഴിയുന്നത് എന്നുള്ളതുമാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും പാലക്കാട് വീണ്ടും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ശരി, അരുണാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.